നിങ്ങളോട് പറയാനുള്ളതുണ്ടല്ലോ, നിങ്ങൾ സമയം കിട്ടിയാൽ, അവസരം കിട്ടിയാൽ പ്രായമൊന്നും നോക്കരുത്, നിങ്ങൾ പോകണം. നമുക്ക് എങ്ങനെയെങ്കിലും പോകണം, ആസ്വദിക്കണം. സമപ്രായക്കാരാണെങ്കിൽ ഏറ്റവും നല്ലത്. ഹായ് ഫ്രണ്ട്സ്, സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതാണ് നമ്മുടെ പുതിയ തയ്യൽ വീഡിയോ എന്ന് അറിയാനിരിക്കുകയല്ലേ. ഞാൻ എലൈൻ ചുരിദാർ നമുക്ക് ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വല്ല ഒന്നുകൂടെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്താണ് വന്നത്. പക്ഷേ അതിനു മുമ്പ് 5-6 ദിവസമായില്ലേ ഞാനൊരു യാത്രയൊക്കെ പോയിട്ട് വന്നില്ലേ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയണ്ടേ. ഞാൻ നിങ്ങളോടല്ലാതെ ആരോടാ പറയാൻ? നമ്മൾ സമപ്രായക്കാരോടല്ലേ നമുക്ക് നമ്മുടെ വീരേതിഹാസങ്ങളൊക്കെ പങ്കിടേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ തയ്യൽ വീഡിയോ അല്ല കാണിക്കുന്നത്, നമ്മുടെ ടൂറിൻ്റെ കുറേ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. മുഴുവൻ കൂടെ പറയാൻ പറ്റത്തില്ല, മുഴുവൻ കൂടെ പറയാൻ പോയാൽ 2 ദിവസം വേണം. അപ്പോൾ അത്യാവശ്യം ആദ്യത്തെ 1-2 ദിവസത്തെ കുറേ അനുഭവങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ മൂത്ത 2 ചേച്ചിമാരുണ്ടായിരുന്നേ. ഒരു ചേച്ചിയും ഏറ്റവും മൂത്തതിൻ്റെ തൊട്ട് താഴെയുള്ള ചേച്ചിയും, ആ ചേച്ചിയുടെ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും. പിന്നെ എൻ്റെ കൂട്ടുകാരി സുജ ടീച്ചറും ഭർത്താവും, പിന്നെ വേറെ 4 അവരും അധ്യാപക ദമ്പതികളാണ്. അവരങ്ങനെ 4 പേര്. പിന്നെ പോരാതെ ഒരു 11 പേരുണ്ടായിരുന്നത്. അതിൽ 2 ഫാമിലി ജർമ്മനിയിൽ നിന്നും, ഒരു ഫാമിലി സ്വിറ്റ്സർലൻഡിൽ നിന്നുമായിരുന്നു. പിന്നെ അവരുടെ ബന്ധുക്കളും. അതിലൊരാൾ ഒരു ജർമ്മൻ ആയിരുന്നു. ഒരാൾ അവിടെ തന്നെ അവിടുത്തുകാരാണ് ജർമ്മൻ. നമ്മുടെ ഭാഷയിൽ നമ്മൾ സായിപ്പ് എന്ന് പറയുന്ന ആളല്ലേ. അപ്പം വൈഫ് ഇവിടെ കറിക്കാട്ടൊരുകാരിയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഞങ്ങളുടെ 20 പേര്, ഒരു ഗൈഡും ഉണ്ടായിരുന്നു. അങ്ങനെ 21 പേരാണ് ഞങ്ങളുടെ ടൂറിനകത്ത് ഉണ്ടായിരുന്നത്, തുടക്കം മുതൽ പറയാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് നേരെ മുട്ടിയറയിൽ ചെന്നിട്ട്, മുട്ടിയറിലാണ് എൻ്റെ ചേച്ചിയുടെ അടുത്തു നിന്ന് ഞങ്ങൾ 4 പേരും, അവിടെ നിന്ന് ഈ ടൂർ ഓപ്പറേറ്ററായ ഷാജിയും ഞങ്ങളൊന്നിച്ച് അവിടെ നിന്നൊരു ട്രാവലറിൽ നമ്മുടെ എറണാകുളത്തെത്തി. രാത്രി 5-ാം തീയതി രാത്രി 11:50 രാത്രി 11:50 പ്ലെയിന്. അങ്ങനെ എല്ലാം നല്ല യാത്രാ സുഖമായിരുന്നു. നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലെ നല്ല അടിപൊളി എയർപോർട്ടല്ലേ. കൃത്യസമയത്ത് തന്നെ പ്ലെയിൻ വന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് 3 മണിക്കൂറും 50 മിനിറ്റുമാണ് യാത്രയ്ക്ക് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് കൃത്യം സമയത്ത് തന്നെ തായ്ലൻഡിൽ ഇറങ്ങി. പക്ഷേ നമ്മളെക്കാൾ 1.5 മണിക്കൂർ മുൻപിലാണ് തായ്ലൻഡിൻ്റെ സമയം. അപ്പോൾ ഏതാണ്ട് 5 മണി 5:15 ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഞാൻ കറക്റ്റ് ടൈം അങ്ങ് മറന്നുപോയി. അപ്പം ചെന്നു, ഞങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം തന്നെ നേരം വെളുത്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഉടനെ പോയില്ല. ഞങ്ങൾ ഒട്ടും സമയം കളയാതിരിക്കാൻ വേണ്ടി അവിടെ ടൈഗർ ടോപ്പിയ പാർക്കുണ്ട്, അതിൻ്റെ അകത്ത് അവിടെയാണ് പോയത്. അവിടെയായിരുന്നു പ്രഭാത ഭക്ഷണം ഞങ്ങൾക്ക് രാവിലെ. നമ്മുടെ ഫുഡെല്ലാം സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട് നമുക്ക്. ഇന്ത്യയിൽ നിന്നൊരു വലിയ അളവിൽ ആൾക്കാർ അവിടെ കാണാൻ വരുന്നുണ്ട്. എന്ത് വേണ്ടി കേരളത്തിൽ നിന്ന് എന്തുമാത്രം ആൾക്കാരാണ് വരുന്നറിയോ? എത്ര കേരളത്തിൽ നിന്നുള്ള ഗ്രൂപ്പിനെ ഞങ്ങൾ കണ്ടെന്നറിയോ? നമ്മൾ പോയ സെയിം എയർ ഏഷ്യ തന്നെ പോവുകയും തിരിച്ച് ഞങ്ങൾ വന്ന എയർ ഏഷ്യ തന്നെ ഇവരുണ്ടായിരുന്നു. പല ഗ്രൂപ്പുകൾ, ആലപ്പുഴയിൽ നിന്ന്, ചങ്ങനാശ്ശേരിയിൽ നിന്ന്, എറണാകുളത്തു നിന്ന്, തൃശ്ശൂരിൽ നിന്ന്. മിക്ക പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ ഇതുപോലെ ഒരാൾ റിസപ്ഷന് വേണ്ടി നിൽക്കും. അവരുടെ ഒരു വേഷ സംവിധാനം ഈ രീതിയിലായിരിക്കും, പക്ഷെ വൃത്തിയായിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് നമസ്തേ തരും. ഇതാ ഞങ്ങളുടെ കൂടെയുള്ള തായ്ലൻഡിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടുള്ള ആളെ പേര് നാന. നമ്മൾ പേര് ചോദിച്ചാൽ പറയാം നാനാ, നമ്മളാണെങ്കിൽ നാനാന്നല്ല, നാനാ എന്ന് നീട്ടി പറയും. എന്നിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയായിരുന്നു. നമ്മളാകെ മൊത്തത്തിൽ പോയ എല്ലാ റെസ്റ്റോറൻറ്റിലെയും വെച്ച് ഏറ്റവും എന്താ പറഞ്ഞത്, നിലവാരം കുറഞ്ഞത്. ഇത് മോശമാണെന്നല്ല പറഞ്ഞേ, ബാക്കിയുള്ള ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത്. എല്ലാ സൈസ് ഫുഡും ഉണ്ട്, നമുക്ക് വേണ്ടത് എടുത്ത് കഴിക്കാം അല്ലേ. നമ്മളങ്ങനെ എല്ലാവരും സെർവ് ചെയ്തു അവനവന് ഇഷ്ടമുള്ളതൊക്കെ. പൂരിയുണ്ട്, പിന്നെ ഇതുണ്ടോ പച്ചമുളക്, എല്ലാ സ്ഥലങ്ങളിലും. ആരെ പച്ചമുളക് തിന്നുന്നത് എൻ്റെ ഈശോയെ, ആർക്കറിയാം അല്ലേ. ഏതാണ്ട് സൂപ്പ്, ഇത് കണ്ടോ, ഇതുപോലെ വെജിറ്റബിൾസ്. അതായത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലായിടത്തും കാണും ഇഷ്ടം പോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്.
നമുക്കൊക്കെ പച്ചല രാവിലെ തിന്നാൻ തോന്നുമോ? അവരെല്ലാവരും കഴിക്കും. ഇത് ഉപ്പുമാവ്, നല്ല ചൂടുള്ള ഉപ്പുമാവ്. ഇത് തീരുന്നതനുസരിച്ച് അവർ ട്രെയിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. പൂരി പക്ഷേ ഇവിടെ മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം ഈ ഇതില്ലേ നമ്മുടെ ചപ്പാത്തി പോലെ ഉണ്ടാക്കുന്ന എൻ്റെ പേരും ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത്, അതിങ്ങനെ പകുതിയോ കാൽഭാഗമായിട്ട് ഇങ്ങനെ വെച്ചേക്കും. അതാണ് നമ്മളെടുക്കുന്നത്. അങ്ങനെ എല്ലാത്തെ കൂട്ടും നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇത് ബിരിയാണി റൈസാണ്, നമുക്കിഷ്ടമുള്ളത് കഴിക്കാം. അല്ല, ഇത് ടൊമാറ്റോ റൈസായിരുന്നു തോന്നുന്നു. അങ്ങനെ എല്ലാ കൂട്ടം സാധനങ്ങളും ഉണ്ട്. അവനവന് വേണ്ടത് എടുക്കുക, കഴിക്കുക. അല്ലെങ്കിൽ ആദ്യം കുറച്ച് എടുത്ത് കഴിച്ചിട്ട് ബാക്കി വേണ്ട വന്ന് എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ പിന്നെ ഇത് കൂടാതെ ലൈവായിട്ട് ദോശയും ഓംലെറ്റും കൊടുക്കുന്ന വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ കഴിക്കാൻ പോയില്ല. എങ്കിലും ഇതൊക്കെ കുറച്ച് ആവശ്യത്തിന് കഴിച്ച് ചപ്പാത്തിയുണ്ട് കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അതിന് മുമ്പ് ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെ അതിൻ്റെ പരിസരത്തുള്ള ഒരു ഭാഗമാണ്, ഇതിൻ്റെ തന്നെ ബാക്കി ഭാഗമാണ്. ഇത് കണ്ടോ, 2 കടുവാക്കൂട്ടന്മാർ കിടക്കുന്ന, ഒരുത്തം ഭയങ്കര ഉറക്കമാണ്. ഇവൻ ചെന്ന് മണത്തിട്ടൊന്നും അവർ എഴുന്നേറ്റുന്നില്ല. കണ്ടോ, ഇതുങ്ങൾക്ക് പേടിയൊന്നുമില്ല. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഗൈഡ് നാന വന്ന് ഞങ്ങൾക്കെല്ലാം ഓരോ സ്റ്റിക്കർ തരും. എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലെ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു സ്റ്റിക്കർ കാണും. നമ്മൾ 21 പേർക്ക് വേണ്ടി അത് എടുത്തുകൊണ്ട് വരും. 20 മതി, 20 പേർക്ക് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് എല്ലാവരുടെയും ദേഹത്ത് ഇതുപോലെ ഒട്ടിച്ച് തരും. എന്നിട്ട് നമ്മളിങ്ങനെ എല്ലായിടവും ചുറ്റിക്കറങ്ങി, എല്ലായിടവും നല്ല മനോഹരമായിട്ട് ഇവരിങ്ങനെ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുക. അതതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ പാർക്കും എവിടെ പോയാലും ചെടികൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കി വെച്ചിരിക്കും. ഒക്കെ പലതായിട്ട്. അപ്പോൾ ഒരുപാട് പേര് തായ്ലൻഡ് കാണാൻ പോകുന്നുണ്ട്. നല്ല മനോഹരമായ സ്ഥലം. നമ്മുടെ കേരളം സെയിം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും. ഭൂപ്രകൃതി എന്ന് പറയാൻ അത്രയും പറ്റും. എന്നാൽ മലകളും കുന്നുകളും ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് ഇവിടെയാണോ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സമതലങ്ങളിലൂടെയല്ലേ കൂടുതലും ടൗൺ വെച്ച് യാത്ര ചെയ്ത്, അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. എങ്കിലും നമുക്ക് മലകൾ കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലാണോ മലനിരകൾ കൂടുതലെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ക്ലൈമറ്റ് സെയിം ക്ലൈമറ്റ് പറയാൻ കാരണം ഇവിടെ കാണുന്ന മുഴുവൻ സസ്യങ്ങളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് വന്നതാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ചെടികളും മരങ്ങളും നമ്മുടെ വെറുതെ കിടക്കുന്ന കളകളില്ലേ, അതെല്ലാം സെയിമാണ്. ഒരു വ്യത്യാസമില്ല. നമ്മുടെ കപ്പ, നമ്മുടെ വാഴ എല്ലാം അവിടെ ഇഷ്ടം പോലെ കൃഷി ചെയ്തേക്കുന്നതും കാണാം. പിന്നെ കൾച്ചറിന് ഒരുപാട് മാറ്റമുണ്ട്. അതൊക്കെ പോട്ടെ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇവിടെ മുതലകൾ വലിയ പ്രസിദ്ധമാണ്. മുതലയിറച്ചി അറിയാമല്ലോ, തായ്ലൻഡുകാരും മുതലയിറച്ചി തമ്മിലുള്ള ബന്ധം. നല്ല മുതലയിറച്ചി അവിടെ കിട്ടും. അത് ടേസ്റ്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ കഴിച്ചില്ല. എന്നിട്ട് ക്രൊക്കഡൈൽ ഷോ ഉണ്ടായിരുന്നു. ക്രൊക്കഡൈൽ ഷോയും കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പം എനിക്കൊരു മോഹം. ഒരു വലിയ കടുവയുണ്ട് അവിടെ. അതിനെ ഒരു റൂമിലായിട്ടേക്കുന്നത്. നമുക്ക് മനുഷ്യർക്ക് അതിൻ്റെ കൂട്ടത്തിലിരുന്ന് പടമെടുക്കാം. ഞാനും പോയി. അതിനെത്ര 100 ബാത്താന്ന് തോന്നുന്നു. 100 ബാത്ത്. ആദ്യം അത് പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യൻ രൂപയല്ല അവിടെ ബാത്ത് എന്ന് പറയും. BHT ബാത്ത്. അതായത് 2 രൂപ 70 പൈസയായിരുന്നു ഞാൻ പോകുമ്പോൾ അതിൻ്റെ നിരക്ക്. 2 രൂപ 70 പൈസ. പക്ഷേ ഇപ്പോൾ അത് മാറി. നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അത് 2 രൂപ 40, 50 അങ്ങനെയൊക്കെ വരും. അതിൻ്റെ മൂല്യം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ 100 ബാത്ത് കൊടുത്ത് ഞാനും ആ ലൈനിൽ പോയി നിന്നു. അങ്ങനെ കടുവയുടെ കൂടെ പടമെടുത്തു. എനിക്ക് പേടിയായിരുന്നു. ആ പുരുഷന്മാരൊക്കെ അതിൻ്റെ കൂടെ കിടക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇവർ ഇതിനെ ചെറുതായിട്ട് പ്രകോപിപ്പിക്കും അതിൻ്റെ ശൗര്യം കാണാൻ. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ പുറത്തൊക്കെ തലോടി വാലിലൊക്കെ പിടിച്ചൊക്കെ ഞാനും പടമെടുത്തു. എൻ്റെ കഷ്ടകാലത്തിന് സമയമായപ്പോഴത്തേനും എൻ്റെ മൊബൈലിനെ തീർത്തും ചാർജ് ഇല്ലാതെ പോയി. അതുകൊണ്ട് എനിക്ക് സമയം എടുക്കാം. അല്ലെങ്കിൽ അവർ ഒത്തിരി സമയം എടുത്ത് തരത്തില്ല, ചെറിയ ഷോർട്ടായിട്ട് എടുത്ത് തരത്തുള്ളൂ. അങ്ങനെ കുറച്ച് പിക്കൊക്കെ നല്ല അനുഭവമായിരുന്നു. വലിയൊരു കടുവ. അതിൻ്റെ കഴുത്തേൽ നിന്ന് ഇങ്ങനെ ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും 2-3 ആണുങ്ങൾ അവിടെ നിൽപ്പുണ്ട് അതിനെ നോക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ആദ്യത്തെ ഒരു അനുഭവം അതായിരുന്നു. അതിന് ഇതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഇതൊരു ഇതാണ് കടുവയുടെ കുഞ്ഞാണ്. അതിനെ പ്രത്യേകം ഇട്ടേക്കുക. ഇത് നമ്മളിന്നും കാണുന്ന പോലെ ഒരു ടൈഗറിൻ്റെ സർക്കസല്ല, ടൈഗർ ഷോ എന്ന് അതിനെ അറിയപ്പെടുന്നത്. നിറച്ചു ആളുണ്ട്. ഈ വശം മുഴുവൻ നിറച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഇതുങ്ങളെയും കൊണ്ടുവന്നൊക്കെ ഉള്ള കുറേ പ്രകടനങ്ങൾ. എല്ലാം ഒന്നും ഞാൻ എടുത്തില്ല, വളരെ കുറച്ചേ എടുത്തില്ല. അവസാന ഭാഗമായിരുന്നു കുറച്ചുകൂടെ കാണാനുള്ളത്. ഞാൻ ആദ്യ ഭാഗം കുറച്ചെടുത്തു. അതിനുശേഷം
ഇതെല്ലാം കണ്ടേച്ചിറങ്ങിക്കഴിഞ്ഞ് ഇതുങ്ങളെ മൂന്നും ഫ്രണ്ടിൽ വന്ന് ഒരു പ്രത്യേക പോസ്റ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണം പോയി ഫോട്ടോ എടുക്കാം. ഭയങ്കര തിരക്കായിരുന്നു, അങ്ങോട്ട് പോയില്ല. അപ്പോൾ അന്നേരമാണ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പം എനിക്ക് തനിച്ച് ഈ ഇതുങ്ങളുടെ അടുത്ത് ഇരുന്നെടുക്കണമെന്ന് പറഞ്ഞ് പോയി എടുത്തത്. അങ്ങനെയാണ് അങ്ങ് പ്രത്യേകം നമ്മൾ പറഞ്ഞ അനുവാദം മേടിച്ചാണ് നമ്മൾ പോകുന്നത്. അതിന് ഞാൻ പറഞ്ഞില്ല മുമ്പത്തെ പോലെ പ്രത്യേക ബാത്തൊക്കെ കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ ക്രൊക്കഡൈൽ ഷോ ആയിരുന്നു. അതും നല്ലതാണ് ക്രൊക്കഡൈൽ ഷോ. പക്ഷേ എനിക്ക് ക്രൊക്കഡൈലിനെ പണ്ടേ അതുങ്ങളെ കണ്ട് ആസ്വദിക്കാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ടായിരിക്കും ഞാനത് ഒത്തിരി ആസ്വദിച്ചില്ല. പക്ഷേ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഞാൻ അതിൻ്റെ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കൈ കൊടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതുണ്ടല്ലോ, നിങ്ങൾ സമയം കിട്ടിയാൽ, അവസരം കിട്ടിയാൽ പ്രായമൊന്നും നോക്കരുത്, നിങ്ങൾ പോകണം. നമുക്ക് എങ്ങനെയെങ്കിലും പോകണം, ആസ്വദിക്കണം. സമപ്രായക്കാരാണെങ്കിൽ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല സമപ്രായക്കാരുടെ കൂട്ടത്തിൽ പോകണം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഫ്രണ്ട്സ് തന്നെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഫാമിലി റിലേഷൻസിലുള്ളവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. പോകണം, നമ്മളിതെല്ലാം കാണണം, ആസ്വദിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ ജോലിയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ്, കുഞ്ഞുങ്ങളാണ്, മക്കളാണ് എന്ന് പറഞ്ഞ് നമ്മളെന്നും പോകത്തില്ല. നമ്മൾ മലയാളികളുടെ സ്വഭാവം അതാണ്. ഇവിടെ വരുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് കാണണം, എന്തുമാത്രം ആൾക്കാരാണ് വരുന്നതെന്ന്. ഇവിടെ കൊണ്ട് കുറച്ചുണ്ട്, ഞാനിത്രേ എടുത്തുള്ളൂ. തീർന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ക്രൊക്കഡൈൽ ഷോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുറേ സമയം ഞാനതെല്ലാം കാണിക്കുന്നില്ല, കാണിച്ച് നമ്മുടെ ഒത്തിരി സമയവും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി. 3 സ്റ്റാർ 4 സ്റ്റാർ നല്ല എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫുഡും എല്ലാം നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് പട്ടായ ബീച്ചാണ്. അറിയാമല്ലോ, ബീച്ചും കടലും ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു ബെർമൂഡ ധരിക്കണം, ഒരു ദിവസത്തിന് എല്ലാവരും ബെർമൂഡ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ തയ്യാറായി. അങ്ങനെ രാവിലെ തന്നെ പട്ടായ ബീച്ചിലേക്ക് എത്തി. പട്ടായ ബീച്ചിൻ്റെയാണ് ആ കാണുന്ന പട്ടായ സിറ്റി എഴുതിയേക്കുന്നത് കണ്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കടലിലേക്കൊരു ഉള്ളിലേക്കൊരു പാലമുണ്ട്. ആ പാലത്തിലൂടെ ഞങ്ങൾ നടന്നു പോകുന്ന രംഗമാണ്. നല്ല ബീച്ച് കണ്ടോ. എന്തിനേറെ പറയണം, നമുക്ക് ബീച്ചില്ലാഞ്ഞിട്ടാണോ അല്ലേ? എല്ലാം ഉണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ എല്ലാവരും ബെർമൂഡയൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പരമാവധി എല്ലാവരും പട്ടായ സിറ്റിയുടെ പടം കിട്ടത്തക്ക രീതിയിൽ പറ്റുന്ന പോലൊക്കെ ജനക്കൂട്ടത്തിൽ ഇത് മാറിയും തിരിഞ്ഞു നിന്നുമൊക്കെ പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനും മോശമല്ല, എല്ലാവരും എടുത്തു. അങ്ങനെ സന്തോഷകരമായിട്ട് ആ കടൽപ്പാലത്തിൻ്റെ ഒരു സൈഡിൽ നിന്നും നമുക്ക് സ്പീഡ് ബോട്ട് വന്ന് നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. ഇതിൽ കയറി കഴിയുമ്പോൾ തന്നെ പറയും പെട്ടെന്ന് ഈ ലൈഫ് ജാക്കറ്റ് ഇടണം, കാരണം സ്പീഡ് കൂടുതലായതുകൊണ്ട് തീർച്ചയൊക്കെ പോകുന്നുണ്ട്. പെട്ടെന്ന് ഇരുന്നോണം, ഇരുന്ന് ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും അവനവൻ്റെ സ്ഥാനങ്ങളിൽ ഇങ്ങനെ ഇരിക്കുക. സമയം കൊണ്ടൊക്കെ വെച്ച് കിട്ടിയ പോലൊക്കെ ഞാൻ വീഡിയോ എടുത്തായി കാണുന്നത്. എന്നിട്ട് നമുക്ക് ഇതിന് നല്ല സ്പീഡാണ്, നല്ല സ്പീഡും ഇങ്ങനെ ഗുലുക്കും ഉണ്ട് ഇതിന്. 2 യമഹ എൻജിൻ 250ൻ്റെ എൻജിൻ വെച്ചാണ്. അങ്ങനെ നമ്മൾ കടലിന് നടുക്കുള്ള ഒരു ഫ്ലോട്ടിങ് ഒരു അതിനെ പറയേണ്ടത് എനിക്കറിയില്ല, ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയില്ല. ഇതുകൊണ്ട് ഇത് പെർമനൻ്റായിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഇത്രയും വിശാലമായ ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്കാണ് ഈ വരുന്നവർ മുഴുവൻ ഓടി വന്ന് കയറുന്നത്. അപ്പം നമ്മളെ ഒരു ഗൈഡ് വന്ന് കാണിക്കുക അവിടെയുള്ള 4 റൈഡുകൾ, അതിൻ്റെ കണക്കുകളൊക്കെ. എന്നതാണേലും വേണ്ടുകയില്ല, അതിലൊന്ന് കയറിയേക്കാമെന്ന് ഞാനും മനസ്സുകൊണ്ട് വെച്ചു. കണ്ടോ, നമ്മൾ പേര് കൊടുത്ത് 2500 ബാത്ത് പൈസയൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ. അപ്പോൾ നമ്മുടെ കയ്യിൽ അവർ ഏതാണ്ടൊക്കെ കുറിച്ചൊക്കെ വെക്കും, എന്നോ ഏതാണ്ടുള്ള അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ച് നമ്മളെ വിളിച്ച്, നമ്മൾ ഇങ്ങനെ ലൈൻ നിന്നിട്ട് നമ്മളെ വിളിച്ച് കണ്ടോ കാലും കയ്യും എല്ലാം മുറുക്കി ആ ബെൽറ്റെല്ലാം ഇട്ട് വെക്കുക. ഞാൻ ഈ വീഡിയോ എടുത്ത് പറഞ്ഞുകൊടുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ കണ്ടോ നല്ല ടൈറ്റാക്കും, കഴുത്തും ബോഡിയെല്ലാം നല്ല നല്ല മുറുകിയായിരിക്കുന്നത്. പെടലിയിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന പോലെ തൊളഭാഗത്തുനിന്ന് വലിച്ചു പിടിച്ചേക്കുന്നതൊന്നും, കാരണം താഴെ പോയാലും വെള്ളത്തിൽ വീണാലും പൊങ്ങിക്കിടക്കണമല്ലോ, അതിനായിരിക്കില്ലേ. എന്നതാണേലും നമ്മൾ നമ്മുടെ ഊഴം കാത്ത് പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് സ്വല്പം പോലും പേടി തോന്നിയില്ല, കടലിലേക്ക് തള്ളിയിടുന്നെങ്കിൽ പോലും. എന്താണേലും ഞാനും പോയി ബാക്കിയുള്ളവരുടെ കൂടെ ലൈൻ നിന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് 3 പേരേ ഉള്ള ആകെ പോയല്ലോ. സ്ത്രീകളിൽ ഞാനൊരാളും 2 സാറുമാരും മാത്രമേ ഇതിന് തയ്യാറായുള്ളൂ. എന്നതാണേലും ഞാനും പോയി നിന്നു. റേഷാനുണ്ടായിരുന്ന എന്നെ വിടുകയല്ലായിരുന്നു, അത് വേറെ കാര്യം.
അങ്ങനെ ഇവരുടെ ക്യൂവിലെ പുറകിലായിട്ട് ഞാനും വന്ന് നിന്നു. അപ്പോൾ നല്ല സ്പീഡിൽ ഈ പാരച്ചൂട്ടിൽ ഈ 2 പേരെ ഇവർ വിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ എൻ്റെ ഊഴം വന്നു കണ്ടോ, ഞാൻ കാത്തു നിൽക്കുക. അപ്പം അവരെ ഉന്തി വിടുന്നതൊക്കെ ഇങ്ങനെ എന്തായിരിക്കുന്നതൊക്കെ നമുക്കൊരു ഉള്ളിലൊരു ആശങ്കയുണ്ട്. എൻ്റെ ദൈവമേ, തള്ളിയിടുന്നത് എങ്ങോട്ടാണ്, കടലിലോട്ട്. അങ്ങനെ അടുത്ത ആൾ വരാൻ വേണ്ടി നിൽക്കുക. വന്നിട്ട് വേണം നമ്മളെ ആ ബോട്ടിനോടാണ് ഇത് കണക്ട് ചെയ്താണ് നമ്മളെ വിടുന്നത്. അപ്പോൾ അടുത്ത ആൾ വന്ന് നിന്ന് കഴിയുമ്പോഴേ എനിക്ക് എൻ്റെ ചാൻസ് ആവുള്ളൂ. കണ്ടോ, ആ ബോട്ട് വന്നു കഴിഞ്ഞു. ആ ആളിപ്പം ഇവിടെ വന്ന് ഇറങ്ങും. കണ്ടോ, ആ ആൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് എന്നെ ഇപ്പം വിളിക്കും. പേടിയൊന്നും തോന്നിയില്ല കേട്ടോ, സ്വല്പം പോലും പേടി തോന്നിയില്ല. അങ്ങനെ ഞാനിങ്ങനെ കാത്തിരിക്കുക. അയ്യോ, നമ്മളെ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട് കണ്ടോ. അവിടെ വന്ന് കഴിയുമ്പോൾ ആ നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞു തരും 1 2 3 എന്ന് പറഞ്ഞ് സ്റ്റെപ്പ്. നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ് അവർ തള്ളി വിടുമ്പം നമ്മൾ ബാക്കിലേക്ക് നിൽക്കരുത്, നമ്മൾ ആ സ്പീഡിൽ തന്നെ അങ്ങ് പോകണമെന്ന് മാത്രം ഒറ്റ ഒരു കാര്യം അവർ പറഞ്ഞതുള്ളൂ. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അവരുടെ ഇംഗ്ലീഷ് നമുക്കൊണ്ട് തിരിയത്തുമില്ല. എന്താണെങ്കിലും നിമിഷ നേരം കൊണ്ട് ആ ബെൽറ്റ് നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ബക്കിളിലോട്ട് അവർ കൊളുത്തി. കണ്ടോ, എത്ര പെട്ടെന്ന് നോക്കിയേ. പാരച്ചൂട്ട് തുറന്നു, 1 2 3 പോയി, ഇതാ പോകുന്നു. കാണുന്നവർക്ക് പേടി തോന്നുന്നു. കരയിൽ നിന്ന് ചേച്ചിമാരുടെ എല്ലാം ഞാൻ കിട്ടിയായിരുന്നു. എങ്ങനെയുണ്ട് പോക്കം നോക്കിയേ, സൂപ്പറല്ലേ, എല്ലാം കാണാം, നല്ല രസമാണ്. എനിക്ക് പേടി തോന്നിയില്ല. എനിക്ക് പേടി തോന്നാൻ 2 കാര്യം പറയട്ടെ. ഒന്ന്, ഈ പാരച്ചൂട്ട് നമ്മളെ നമ്മളിങ്ങനെ വലിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ബോട്ട് നമ്മളെ മുന്നോട്ട് വലിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം നമുക്കൊന്നും സംഭവിക്കത്തില്ല, നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി അഥവാ സംഭവിച്ചാലും കടലിലേക്ക് വീണാലും നമുക്കൊന്നും പറ്റില്ല. കാരണം അത്ര ലൈഫ് ജാക്കറ്റ് നമുക്ക് നല്ല ക്ലോസ് ആയിട്ടാണ്, നല്ല ടൈറ്റായിട്ടാണ് നിർത്തിയേക്കുന്നത്. ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ ഇപ്പം നമ്മളീ കണ്ട ഇതിൻ്റെ പുറകിലൂടെ വേണം ചുറ്റി വരാൻ. അത്രയും സമയം അവർക്കെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നോക്കുമ്പോൾ അത് കാണാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കറങ്ങി ഞാനിതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വരിക. ഒത്തിരി നേരം നിന്നു കേട്ടോ, ഒത്തിരി നേരം. ഞാൻ കുറേ സമയമുണ്ട് ആ ചുറ്റി വരാനായിട്ട്. അപ്പോൾ എനിക്ക് മുന്നേ പോയ ആള് പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ പോയി ഇങ്ങനത്തെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ പാരാഗ്ലൈഡിങ്ങിനുള്ള 3 സംവിധാനം കടലിലുണ്ട്. അതിനകത്തുനിന്നെല്ലാം ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുക. അവരാകാംക്ഷയോടെ നോക്കി ഇരിപ്പുണ്ട് ഞാൻ വരുന്നത്. ഞങ്ങളുടെ ഗൈഡാണ്. ഞാൻ വരുന്നുണ്ടോയെന്ന് ചേട്ടനൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. കണ്ട ഒരു ലൈൻ വരുന്നുണ്ട്, പക്ഷെ അത് ഞാനില്ല. അത് എനിക്ക് മുന്നേ പോയ സാറാണ്. അടുത്തത് ഞാനായിരിക്കും. ഇത്രയും ഗ്യാപ്പിലല്ലേ ഞാൻ പോയത്. അപ്പോൾ ആ ഗ്യാപ്പിലേ ഞാൻ വരത്തുള്ളൂ. ഇന്ത്യ കണ്ടില്ലല്ലോ, ഇടയ്ക്കെങ്ങാനും പെട്ടുപോയോ? ഇതാ കണ്ടോ, ഞാൻ കയ്യൊക്കെ ഒന്ന് വീഴ്ച എത്തിച്ചേർന്നു. ഒരു അനുഭവമായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പോകുമ്പോൾ ഇതിലൂടെ ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം. അടിപൊളിയായിരുന്നു. അവരെല്ലാം കാത്തു നിന്ന് നല്ല രസം. ഗുഡ് എക്സ്പീരിയൻസ്. നിമിഷ നേരം കൊണ്ട് ഇതാണ് നമ്മുടെ പട്ടായ ബീച്ച്. മുമ്പ് കണ്ടതല്ല, പട്ടായ ബീച്ചുണ്ട്. അവിടെ നിന്ന് കുറേ അകലെയുള്ള വേറൊരു സ്ഥലമാണ്. എന്തോ ഒരു ഭംഗിയാണ്. ഒരു ദിവസം മുഴുവൻ ഇതിൽ കിടന്നാലും നമുക്ക് മടുപ്പ് തോന്നുന്നില്ല. ബീച്ച് നിങ്ങൾ കണ്ടോ, ക്ലീൻ. അതുപോലെ വളരെ ഇങ്ങനെ വലിയ ആഴമില്ലാതെ കിലോമീറ്ററോളം ദൂരമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗാർഡ് ആരും അങ്ങനെ പോകുന്നവരെ നോക്കാനോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പ്രത്യേകം അങ്ങനെ വെള്ളത്തിൽ കളിക്കാനായിട്ട് അല്ലെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാനായിട്ട് ഒരു പ്രത്യേക ഏരിയ നിങ്ങൾ ആദ്യം കണ്ടു കാണും. ഒരു ബൗണ്ടറി മഞ്ഞ കളറിൽ ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. 1 കിലോമീറ്ററോളം അകത്തോട്ട് പോകാം. ഒരു കുറച്ച് നേരമൊക്കെ കിടന്നു, നമുക്ക് സമയം അധികമില്ലല്ലോ. എന്താണേലും അതിമനോഹരമായിരുന്നു. തീർന്നില്ല എൻ്റെ വീരസാഹസികതകൾ. ഇനിയുമുണ്ട് 3-4 കൂടെ. സമയം പോലെ കാണിക്കാം. നിങ്ങളും മടുത്തോ എന്ന് പറയണേ. താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഇട്ടുതരാം. അപ്പോൾ
അങ്ങനെ അവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി അടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് 1 മിനിറ്റ് ഞാൻ ഈ ചെയറിലൊന്നിരുന്നു. എനിക്ക് സമയമില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ മാറി ഒരു കരിക്കൊക്കെ അവിടുന്ന് മേടിച്ച് കുടിച്ച് എല്ലാം വന്ന് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ കമൻറ്റ് ഒക്കെ തരാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.